ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ പെട്ടെന്നൊരു ലഞ്ച് പ്രിപ്പറേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു തലമുറിയൻ മത്തിയും വെണ്ടക്ക ഇട്ടിട്ടുള്ള ഒരു പുളിക്കറിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് തന്നെ പറയാം. ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നെയ്യ് ഉണ്ടാക്കാനായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ പാല് കാച്ചി അതിൻ്റെ പാൽപ്പാട എടുത്ത് വെച്ച് അത് ഉരുക്കിയിട്ട് നെയ്യ് ഉണ്ടാക്കാനാണ് കുട്ടികൾക്കായിട്ട്. അപ്പോൾ മീൻ കറിക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മീനും വെണ്ടയ്ക്കും മെയിനായിട്ട്. മീൻ, വെണ്ടയ്ക്ക, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, അതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. ഇത് വെണ്ടയ്ക്ക മീൻ കറീനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പഴയ കാലത്തിലേക്കൊരു ചെറിയൊരു എന്താ പറയുക, പണ്ടൊക്കെ വീട്ടിൽ അച്ഛനും അച്ഛമ്മയൊക്കെ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ എൻ്റെ അമ്മ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണത്. അവർക്കൊക്കെ പണ്ടൊക്കെ ഇതുതന്നെയാണ് ഇഷ്ടം. ഇന്ന് കാലത്ത് ആരും വൈകുന്നേരം ചോറൊന്നും കഴിക്കാറില്ല രാത്രി സമയങ്ങളിൽ. ഇപ്പോൾ വീട്ടിലുള്ളവരൊക്കെ ഡയബറ്റിക് പേഷ്യൻ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഓട്സും കോറപ്പുട്ടും ചപ്പാത്തി, ഗോതമ്പ് ദോശ അങ്ങനെയുള്ള ഐറ്റംസാണ് ഇന്നത്തെ അച്ഛനും അമ്മയൊക്കെ കഴിക്കുന്നത്. പണ്ടൊക്കെ അങ്ങനെയല്ല. 4 മണിയാകുമ്പോൾ തുടങ്ങും വീട്ടിൽ മുറ്റടിച്ച് വാരൽ, പാത്രം കഴുകൽ, ചോറ് വയ്ക്കൽ ഒക്കെ അടുപ്പിൽ തന്നെ, വിറകടുപ്പിൽ. അതുപോലെ പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു ഒഴിച്ച് കറി ഉണ്ടാക്കൽ, അതൊക്കെയാണ് പണ്ടത്തെ ഒരു ഡിന്നർ എന്ന് പറയാം. ഇന്നത്തെ കാലത്ത് നമ്മൾ 7 മണിക്ക് ശേഷമായിരിക്കും അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി ദോശയോ ഇഡ്ഡലിയോ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഡിന്നർ ആയി. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയൊന്നും അല്ല. പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർക്ക് പണ്ട് കാലത്തുള്ളവരൊക്കെ എല്ലുമുറിയെ പണിയെടുത്തിട്ട് പല്ലുമുറിയെ തിന്നണം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം അവർക്കൊക്കെ ചോറ് തന്നെ വേണം. അപ്പോഴേ അവർക്കൊക്കെ വയറ് നിറയുള്ളൂ. പിന്നെ പണ്ടൊക്കെ മിക്സിയും ഗ്രൈൻഡറും ഒന്നും ഇല്ലാത്ത സമയത്ത് അമ്മിയിൽ അരച്ചിട്ടാണ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. തേങ്ങയും ഒക്കെ ചമ്മന്തികളൊക്കെ നമ്മൾ അമ്മിക്കല്ലിലാണ് അരച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് കാലത്ത് എല്ലാം ഭയങ്കര ഈസി ആയതുകൊണ്ട് എല്ലാവരും കുഴിമടിയന്മാരും കുഴിമടിയത്തുകളായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ അങ്ങനെ എന്തോ പഠിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് മിക്സി വാങ്ങിയത്. സ്കൂൾ വിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു മിക്സി വാങ്ങിയതിന്. ഇന്നത്തെ കാലത്തെ മക്കൾക്ക് അങ്ങനെയൊന്നുമില്ല. മിക്സിയോ ഗ്രൈൻഡറോ അതൊന്നും, ഫ്രിഡ്ജ് ആയിക്കോട്ടെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, അതിലൊന്നും അവർക്കൊന്നും ഒരു എന്താ പറയുക, ഒരു സന്തോഷമോ അങ്ങനെയൊന്നും ആശ്ചര്യമോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ കാറ് വാങ്ങുക എന്ന് പറയുമ്പോൾ മക്കൾക്കൊരു സ്കൂൾ വിട്ട് വരുമ്പോൾ കാറ് കണ്ടാൽ ചിലപ്പോൾ ഒരു ആശ്ചര്യമൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ നമുക്കങ്ങനെ നമ്മുടെ പ്രായത്തിലൊക്കെ ആ ചെറിയൊരു വീട്ടിലേക്ക് വേണ്ട ഒരു ചെറിയൊരു കാര്യം വാങ്ങുമ്പോൾ തന്നെ അത്രയ്ക്കും ഭയങ്കര ഒരു ഇതായിരുന്നു. ഇന്നത്തെ കാലത്തെ മക്കൾ ജനിച്ച് വളരുമ്പോൾ തന്നെ ലാപ്ടോപ്പും അതുപോലെ ഫോണും കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് വളർന്നതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും ഇതൊന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ കഥകളൊക്കെ പറഞ്ഞ് സമയം പോയി. നമുക്കപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എങ്ങനെയാണ് ഈ ഒരു മീൻ കറി ഉണ്ടാക്കുക, തലമുറിയും മത്തിയും വെണ്ടയ്ക്ക ഇട്ടിട്ടുള്ളൊരു മീൻ കറി ഉണ്ടാക്കുക എന്നുള്ളത് ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം. അതായത് ഭയങ്കര എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട്. പണ്ടൊക്കെ എന്നും ഇതൊക്കെ തന്നെയായിരുന്നു. പച്ചക്കറികളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതിന് വെച്ചും ആദ്യകാലത്തൊക്കെ ഈ പുളിച്ചാറുണ്ടല്ലോ, അതായത് ഇന്നത്തെ രസം, ആ രസവും മീൻ വറുത്തതും ഉണക്കമീൻ വറുത്തതും ചമ്മന്തിയും അതുപോലെ എന്തെങ്കിലും ഒരു ഉപ്പേരിയും അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴെങ്കിലൊക്കെയാണ് നമ്മൾ വീട്ടിൽ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുക. ഇന്നിപ്പോൾ സർവ്വസാധാരണമായിട്ട് ഡെയിലി അതന്നെ കഴിക്കുന്നതുകൊണ്ട് ആർക്കും അതിനൊന്നും തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് മെയിനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക ഒന്ന് വറുത്ത് വെക്കാം. വറുത്ത് വെച്ചതിന് ശേഷം ഞാനിതവിടെ ചോറ് വെക്കാനുള്ള അരി, റേഷൻ അരിയാണ്, തിളപ്പിച്ചാറിയ വെള്ളം ഊറ്റി കഴുകിയിട്ടാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ മീൻ ഇവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൂടാണ്ട് വെണ്ടയ്ക്ക അവിടെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ മോൻ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോന്നോരോന്നായി ചോദിച്ചിട്ട്. അപ്പോൾ അവനെ വീട്ടിൽ ടൈം പോകാനായിട്ട് നമ്മുടെ കൊറോണ സമയത്ത് വിക്ടേഴ്സ് ചാനലിൽ കിളിക്കൊഞ്ചലുണ്ടായിരുന്നല്ലോ, അതൊക്കെ വെച്ച് കൊടുത്തിട്ട് അവിടെ ഓരോരോ ടീച്ചേഴ്സ്, അംഗൻവാടി ടീച്ചേഴ്സ് ഓരോരോ ആക്ഷൻസും ഒക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളുടെ കയ്യിനും കാലിനൊക്കെ ഭയങ്കര ഒരു എക്സസൈസും അതുപോലെ അങ്ങനെയൊക്കെ മീൻ നടക്കുന്നത് എങ്ങനെയാണ്, താറാവ് പറക്കുന്നത് എങ്ങനെ, വെള്ളത്തിൽ കളിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ടീച്ചേഴ്സ് കാണിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ മക്കൾക്ക് ഇപ്പം ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ കറി എങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഇതിൽ കടുക് ഇടാറില്ല കേട്ടോ, കടുകിടാണ്ട് മറ്റേ വെന്തയം ഉണ്ടല്ലോ, ഉലുവ, അതിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചെറിയുള്ളിയും
അതുപോലെ കുറച്ച് രണ്ടല്ലി മതി വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ഒരു 2-3 കീറിയിട്ടിട്ട് ഉള്ളി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ഇട്ടിട്ട് ഒന്ന് ചെറുതായിരുന്നു അടച്ചു വെച്ചാൽ അത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ പൊടികൾ ചേർത്താണ്, മസാലപ്പൊടികൾ. മെയിനായിട്ട് ഇതിലൊരു മസാലപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. അന്നത്തെ കാലത്ത് ആൾക്കാരൊക്കെ ഇത്രയും ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള കാരണങ്ങളും ഇത് തന്നെയാണ്. കാരണം നമ്മളിപ്പോഴൊക്കെ എല്ലാ മസാലകളും ഓരോരോ കറികൾക്കും ഓരോരോ മസാലകൾ, മീൻ ഫിഷ് ഫ്രൈക്കും അതുപോലെ ബിരിയാണി മസാല, ചിക്കൻ മസാല, ബീഫ് മസാല, അതുപോലെ ഒരുപാട് മസാലകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെൽത്തിന് തന്നെ ഭയങ്കര പ്രോബ്ലമാണ്. കൂടുതലും മസാലപ്പൊടികളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ എല്ലാവരും കുഞ്ഞു മക്കളുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ മീൻ ക്ലീൻ ചെയ്തിട്ട് ഞാൻ മഞ്ഞളിട്ടിട്ടാണ് കഴുകുന്നത്. ഉണക്കമീനൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പൊതുവെ പറയാറുള്ളത്. അപ്പോൾ കുറച്ച് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു വായിക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കണതൊക്കെ നല്ലത് തന്നെയാണ്. നല്ലതാണെന്നല്ല, എപ്പോഴെങ്കിലും ഒരു വെറൈറ്റിക്കൊക്കെ നമുക്കൊരു പഴയകാല നൊസ്റ്റോ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കടുക് ഇതിലിടരുത് കേട്ടോ. ഉലുവയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നന്നായി വഴറ്റിയെടുത്തിട്ട് തക്കാളി ഇടുക. തക്കാളി ഇട്ട് കുറച്ചൊന്ന് അടച്ചു വെച്ചാൽ തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അതിനുശേഷം പൊടികളൊക്കെ ചേർക്കുക. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, ഇതിൽ മെയിനായിട്ട് ഇതാണ് ആവശ്യമുള്ളത്. ഉപ്പ് ആവശ്യം വരാറില്ല. വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് കുറച്ചൊന്ന് ചാറിന് മാത്രമായിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. മീനിൽ അധികം ഉപ്പുണ്ടാവും. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഈ കറി വെക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ വഴറ്റിയതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് ആ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം പോയതിന് ശേഷം നമ്മൾ നന്നായി പുളി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പുളി നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേകണം. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് നന്നായി വെണ്ടയ്ക്ക് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ഉണക്കമീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തലമുറിയ മത്തിയാണ് ഇന്ന് ഇടുന്നത്. നമുക്ക് വേറെ മീനുകൾ ഇതുപോലെ ഇട്ടിട്ട് നത്തൽ പരലൊക്കെ ഉണ്ടല്ലോ, അതും ഇതുപോലെ വെണ്ടയ്ക്കയുടെ കൂടെയൊക്കെ വെക്കാറുണ്ട്. ഒന്നുകൂടെ ടേസ്റ്റ് ഈ തലമുറിയ മത്തിയും വെണ്ടയ്ക്കയും കൂട്ടിയിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് നന്നായി തിളച്ച് നല്ല പച്ചമണമൊക്കെ പോണേ. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മീൻ അവസാനമായിട്ട് ഇടുക. ഫസ്റ്റ് തന്നെ മീനിട്ട് കഴിഞ്ഞാൽ നന്നായി ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റായിട്ട് വെണ്ടയ്ക്കൊക്കെ വെന്തതിന് ശേഷമാണ് നമ്മുടെ തലമുറിയും മത്തി ഇതിലേക്കിടുക. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള വെണ്ടയ്ക്ക തലമുറിയൻ മത്തിക്കറി. അത് അങ്ങനെ പറയാം. അച്ഛന് പനിയായതുകൊണ്ട് അച്ഛൻ വായിക്കൊന്നും ടേസ്റ്റ് ഇല്ല, വായിക്ക് ഇത്തിരി ചൊടുപ്പായിട്ടുള്ള കറി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു 150 ഗ്രാം മീനും കുറച്ച് കാക്കിലെ വെണ്ടയ്ക്കൊക്കെ ആയിട്ട് വാങ്ങി വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതൊരു കറിയാക്കിയിട്ട് ചോറ് വെച്ച് അച്ഛന് ചൂട്ടോടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് ഇതിലൊരു വീഡിയോ നമ്മുടെ ഈ അതിന് ശേഷം കുറച്ച് തേങ്ങ വേണ്ടവർക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്താം കേട്ടോ. തേങ്ങ മാത്രം അരച്ച് ചേർത്തിയാൽ മതി. അതിൻ്റെ കൂടെ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ചിലവർ ജീരകം ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് വെക്കാറുണ്ട്. അതൊരു വേറൊരു സ്മെല്ലായിരിക്കും. നമുക്ക് വെറുതെ പച്ചയ്ക്ക് ഒരു തേങ്ങ കുറച്ച് അരച്ച് ചേർത്തിയാൽ നല്ല ടേസ്റ്റായിട്ട് തോന്നും. ഞാൻ ഇവിടെ ഇതിൽ ചിരകിക്കൊണ്ടിരിക്കുന്ന ഇതുണ്ടല്ലോ, ചിരവ, അതെൻ്റെ അനിയൻ ഉണ്ടാക്കിയതാണ്. ആൾക്ക് ഫർണിച്ചർ പണിയാണ്. അപ്പോൾ അവൻ എനിക്ക് വേണ്ടിയിട്ട് ഹൗസ് വാമിങ്ങിന് ശേഷം വീടിരുന്നപ്പോൾ എനിക്ക് ചേച്ചിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ചിരവ. ഭയങ്കര നല്ല ഒരു ചിരവയാണ് കേട്ടോ അത്. ഇങ്ങനെ ജസ്റ്റ് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. സ്ക്രൂ ആയിട്ട് ടൈറ്റ് ആക്കാനോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ജസ്റ്റ് വെച്ച് കൊടുക്കുക, പാത്രം വയ്ക്കുക, ചിരകിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ പുതിയ ചാനലാണ്, കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തെങ്കിലും തിരുത്തലുകളുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റിൽ പറയുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ ഇന്നത്തെ കറി ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്.